ദൈവമേ കാത്തുകൾ തന്നു കൈവിടാതെ ഞങ്ങളെ നാവികൻ നീവാദിക്കൊരാവികൻ തൊട്ടെണ്ണം അന്യവസ്ത്രാദിച്ചു ഞങ്ങളെ ഒന്നു തന്നെ ഞങ്ങൾക്ക് ആരെയും തിരയും കാറ്റും മാഴവും പോലെ ഞങ്ങളും മായയും നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിനും മായാവിനോദനും നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമായും നീ സത്യം ജ്ഞാനവാനവും നീ തന്നെ വർത്തമാനവും അകവും പുറവും ജയിക്കുക മഹാദേവ ദീനാവനപരായണ ജയിക്കുക ദയാനന്ദ ദയാ സിന്ധു ജയിക്കുക ആഴമേറും ഞങ്ങളായി ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ലൈറ്റ് ഇട്ടില്ല ഇത് കല്ലുകൊണ്ടുണ്ടാക്കിയ സ്ത്രീനാണ് ചെറിയ പരസ്യം സൈനിക ആർട്ടിസ്റ്റ് നമുക്ക് അവിടെ സമയം പോകണം. മലബാർ ആദ്യമായിട്ടാണ് ഇതിന് പ്രതിഷ്ഠ നടത്തിയത്. ആ പ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് പിന്നെ ഒത്തിരി മഹാത്മാക്കൾ ഉണ്ടായിരുന്നു. 1908 തന്നെ സൂഫി വൈദ്യനായിട്ട് അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ സൂഫി വൈദ്യന് ശിവനെ കാണിച്ചു കൊടുത്ത ഒരു സ്ഥലം കൂടിയാണ്. അങ്ങനത്തെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. എല്ലാ മതസ്ഥർക്കും പ്രാധാന്യമുണ്ട്, എല്ലാ സമുദായങ്ങൾക്കും പ്രാധാന്യമുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ലോകത്തെ ആദ്യത്തെ വിഗ്രഹമാണ് ഇതിൽ ഇറ്റലിക്കാരനായിട്ടുള്ള പ്രൊഫസർ സി തവറിലി എന്ന് പറയുന്നതായിട്ടുള്ള ക്രിസ്ത്യാനിയായ ശില്പിയാണ് ഇത് നിർമ്മിച്ചത്. ബോധാനന്ദ സ്വാമികളാണ് ഇത് പ്രതിഷ്ഠിച്ചത്. ശ്രീലങ്കയിൽ വെച്ചിട്ട് കൊളംബോ കസ്റ്റംസ് ഓഫീസിൽ വെച്ചിട്ട് 1926 ഡിസംബർ 29 ശ്രീനാരായണ ഗുരു ഇത് നേരിട്ട് കണ്ട് അനുഗ്രഹിച്ച് തലോടിയിട്ട് അനുഗ്രഹിച്ച് ആ വിഗ്രഹമാണ്. അന്ന് ആ കാണുന്ന സമയത്ത് ഇത് തമിഴിൽ പറഞ്ഞതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ
നമ്മെ പോലെ തന്നെ ഇരിക്കുകയാണല്ലോ, ആഹാരവും വെള്ളവും ഒന്നും വേണ്ട, ദീർഘമായി ജീവിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഒരു പ്രത്യേകതയാണ്. കോതാണ്ട സമയമാണ് ഇത് പ്രതിഷ്ഠ 27 മാർച്ച് 12 അന്ന് ഈ മാർച്ച് 12 എന്ന് പറയുന്നതും ഗുരുവിന് മുമ്പ് സാമൂഹ്യ പരിഷ്കരണത്തിലേക്ക് ഇറങ്ങി തിരിച്ചായിട്ടുള്ള വൈകുണ്ഠ നാടാർ സമുദായത്തിന്, തിരുവനന്തപുരത്ത് മാത്രം കാണുന്ന നാടാർ സമുദായത്തിലെ വൈകുണ്ഠ സ്വാമികൾ ജനിച്ച ദിവസമാണ് 1809 മാർച്ച് 12. ആ ദിവസം തെരഞ്ഞെടുത്തിട്ടാണ് കോതാണ്ട സ്വാമികൾ ഈ വിഗ്രഹം ഗുരുവിൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചത്. അങ്ങനത്തെ ഒരു പ്രത്യേകതയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെയുള്ള നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിപ്പോൾ ഏതായാലും താങ്കൾ നിയുക്തം MP തന്നെയാണ്, എല്ലാവരും ഏകദേശം കണക്കൂട്ടില്ല അങ്ങനെ തന്നെ വരാൻ പോകും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാലോ ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് വടകര മണ്ഡലത്തിലാണെങ്കിലും നമ്മൾ ടെമ്പിൾ ഗേറ്റ് റെയിൽവേ സ്റ്റേഷൻ പ്രശ്നം കാര്യങ്ങൾ, അതൊന്ന് നമുക്ക് കാര്യങ്ങൾ അങ്ങനെ ഒത്തിരി ഫ്ലൈ ഓവർ കാര്യങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാവിധ ആശംസകളും. ഞാൻ സ്വാമി പ്രേമാണ്, കാഞ്ഞങ്ങാടാണ് സ്വദേശം. അതുപോലെ എല്ലാ മതസ്ഥരുടെ ഇടയിലും പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ പ്രോഗ്രാമിലും